ഹലോ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൈക്കോളജിയാണ്. അപ്പോൾ മൈക്കോളജി എന്ന് പറഞ്ഞ ടേം വന്ന് മൈക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡാണ്. മഷ്റൂം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് നമുക്ക് മൈക്കോളജി എന്ന് പറഞ്ഞൊരു ടേം ഡിറൈവ് ചെയ്ത് വന്നത്. നമുക്കറിയാം ഫംഗസ് എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റുകളാണ്. അപ്പോൾ യൂക്യാരിയോട്ടിക് നമ്മൾ പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സിമ്പിൾ യൂക്യാരിയോട്ടിക് ഓർഗാനിസങ്ങളുടെ കിങ്ഡത്തിനാണ് നമ്മൾ സാധാരണ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗൈ ആർ യൂക്യാരിയോട്ടിക് പ്രൊട്ടിസ്റ്റ ഡിഫർ ഫ്രം ബാക്ടീരിയ ആൻഡ് അതർ പ്രോകാരിയോട്സ് അല്ലേ. ബാക്ടീരിയ എന്നും അതർ പ്രോകാരിയോട്സ് എന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഓർഗാനിസമാണ് ഫംഗസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫംഗസ് സാധാരണഗതിയിൽ സ്വന്തമായിട്ട് ഫുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണമൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല, ഓട്ടോട്രോഫ്സ് അല്ല. ഇത് സാധാരണഗതിയിൽ ഈ കെമിക്കൽസ് നിന്നാണ് അതിൻ്റെ ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇത് സിന്തസൈസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സെൽ വാളിൽ കൈറ്റിൻ എന്ന സംഭവം വളരെ അധികം കാണപ്പെടാറുണ്ട്. ആ കൈറ്റിനാണ് ഇതിനെ ഈ ഫംഗസിന് റിജിഡിറ്റിയും അതുപോലെ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാനൻ എന്ന് പറഞ്ഞ സംഭവം കാണാറുണ്ട്. അതുപോലെ സാധാരണ കാണപ്പെടുന്ന പോളിസാക്രൈഡുകളും ഇതിൽ കാണാറുണ്ട്. ഇനി ഇതിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എർഗോസ്റ്റിറോൾസ് കാണാം കേട്ടോ. എർഗോസ്റ്റിറോൾസ് ഇതിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൽ നിറയുണ്ട്. അതുപോലെ തന്നെ ഇതിന് ട്രൂ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ പെയർഡ് ആയിട്ടുള്ള ക്രോമസോംസും കാണപ്പെടാറുണ്ട്. പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഒന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇനി ചില ഫംഗസ് എടുത്തു കഴിഞ്ഞാൽ അത് 2 ഒരുമിച്ച് കാണാൻ പറ്റും. ചില ഫംഗസുകളിൽ എന്തുണ്ടാവും, ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫംഗസ് യൂണിസെല്ലുലാറായിട്ടും കാണപ്പെടാറുണ്ട്, അതുപോലെ മൾട്ടി സെല്ലുലാറായിട്ടും കാണപ്പെടാറുണ്ട്. യൂണിസെല്ലുലാറിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈസ്റ്റൊക്കെ. ഇനി ഇതിൻ്റെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതൊരു ഹെട്രോട്രോപ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഹെട്രോട്രോപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, കെമിക്കൽ സബ്സ്റ്റൻസ് എന്നാണ്. അതിനാണ് നമ്മൾ കീമോ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഡിറൈവ്ഡ് ദെയർ എനർജി ഫ്രം കെമിക്കൽസ്. അപ്പോൾ ഇതൊരു കീമോ ഹെട്രോട്രോപ്സ് ആണ്. ഏകദേശം 90,000 സ്പീഷീസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പല തരത്തിലുള്ള സവിശേഷതകളുള്ള ഫംഗസിനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ സാപ്രോഫൈറ്റ്സ് ഉണ്ട്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കണ്ടെത്തുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ ഈ ഡെഡായിട്ടുള്ള മരങ്ങളിലും അതുപോലെ തന്നെ ജന്തുജാലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഫംഗസുകൾ. അതുപോലെ പാരസൈറ്റ്സ് ഉണ്ട്, അതായത് അതർ ലിവിങ് ഓർഗൻസിനെ ഇതിൻ്റെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ഫംഗസുകളുണ്ട്. അതിനെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസുകളുണ്ട്. അത് മോൾഡ്, അതുപോലെ മഷ്റൂംസൊക്കെ മൾട്ടി സെല്ലുലാറാണ്. അതേസമയം ഈസ്റ്റ്, നമുക്ക് പരിചയമുള്ള ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാറാണ്. ഇനി എങ്ങനെയാണ്, ഹൗ ദി ഫംഗസ് ആർ നറിഷ്ഡ്. നമുക്കറിയാം ഓൾ ആർ കീമോ ഹെട്രോട്രോപ്സ് ആണ്. കീമോ ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് നിന്ന് അതിൻ്റെ ഫുഡ് സിന്തസൈസ് ചെയ്യാണ്. ഈ ഫുഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗസുകൾക്കൊക്കെ പവർഫുള്ളായിട്ടുള്ള ഒരു എക്സോ എൻസൈം ഉണ്ട്. ഈ എക്സോ എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഫംഗസുകൾ കെമിക്കൽസിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് ചില പ്രത്യേകതകളുണ്ട്. മിക്കവാറും ബാക്ടീരിയ ഒന്നും വളരാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ചില കാലാവസ്ഥകളിലൊക്കെ ഈ ഫംഗസിന് സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് ഈ pH 5ന് താഴെയുള്ളൊരു pHൽ ഇതിന് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ഷുഗർ കണ്ടൻറ്റുള്ള, ഹൈ സാൾട്ട് കണ്ടൻറ്റുള്ള സ്ഥലത്തൊക്കെ ഇതിന് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലിഗ്നിൻ പോലെ, അതായത് വുഡ് റൂട്ടിലൊക്കെ കാണപ്പെടുന്ന ലിഗ്നിൻ പോലെയുള്ള
കോംപ്ലക്സ് ആയിട്ടുള്ള CH2O മെറ്റാബോളൈസ് ചെയ്യാൻ ഇത്തരം ഫംഗസുകൾക്ക് സാധിക്കും. ഇനി ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഹെറ്ററോട്രോപ്സ്, വളരെ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫംഗസ് ഈ ഫംഗസുകൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളുണ്ട്, ഈസ്റ്റ് പോലെ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും കൂടുതലും എയറോബ്സോ അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അനറോബ്സോ ആയിരിക്കും. ഒന്നെങ്കിൽ അത് എയറോബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ് ആയിരിക്കും. ഇനി സെൽവാൾ ഞാൻ നേരത്തെ പറഞ്ഞു കൈറ്റിൻ കൊണ്ടും പോളിസാക്കറൈഡ് കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 100,000-ഓളം അല്ലെങ്കിൽ 90,000-ഓളം ഫംഗൽ സ്പീഷീസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 100-ഓളം സ്പീഷീസുകൾ മാത്രമാണ് മനുഷ്യന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അത് തന്നെ മിക്കവാറും ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷനോ ഒക്കെ ആയിട്ടാണ് മനുഷ്യന് ഉണ്ടാവുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ ഇതിന് സ്ട്രക്ചർ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെയും അതുപോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഈസ്റ്റ് ആൻഡ് മോൾഡ് ഹാവ് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, അതുപോലെ ന്യൂക്ലിയേറ്റഡ് ആണ്, റൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ഫംഗസ് ആണ്. അതേസമയം മോൾഡ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടി സെല്ലുലാർ ആണ്, അത് എലോങ്ങേറ്റഡ് ആണ് അല്ലെങ്കിൽ ഫിലമെൻ്റസ് ആയിട്ടുള്ള ടൈപ്പാണ്. അതായത് ഈസ്റ്റ് ഇതുപോലെ റൗണ്ട് ആണെങ്കിൽ മോൾഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എലോങ്ങേറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ്, ഈ ഇലോങ്ങേറ്റഡ് ഷേപ്പിന് പറയുന്ന പേരാണ് ഹൈഫെ കേട്ടോ. മൈസി. ഇതിനാണ് നമ്മൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഫെ. ഇനി ഈസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്രോസസ് കോൾഡ് ഈസ്റ്റ് ആർ യൂണിസെല്ലുലാർ nucleated round fungi while molds are multicellular filamentous fungi. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ്ഡിങ് എന്നൊരു പ്രോസസ്സിലൂടെയാണ്. അതേസമയം മോൾഡ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഏകദേശം മൂന്നോളം തരം സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇത്തരം എലോങ്ങേറ്റഡ് ആയിട്ടുള്ള മോൾഡ് പോലുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. Some yeast are opportunistic pathogen and in that they cause disease in immunocompromised individual. Yeast are used in preparation in variety of foods. നമുക്കറിയാം ഈസ്റ്റ് സാധാരണ ഇതിൽ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിലായുള്ള രോഗികൾ, എയ്ഡ്സ് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഏതെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് സാധാരണ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതുപോലെ ഈസ്റ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരം ഫുഡ് പ്രിപ്പറേഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഡൈമോർഫിക് ഫംഗി. ഈ ഡൈമോർഫിക് ഫംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗസ് തന്നെ രണ്ട് ഡിഫറെൻറ്റ് മോർഫോളജി എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡൈമോർഫിക് ഫംഗി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫംഗസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത് സോയിലൊക്കെ അല്ലെങ്കിൽ 25 ഡിഗ്രിയിലൊക്കെ അത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹൈഫെ പോലെയാണ് നമ്മൾ കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈസ്റ്റിൻ്റെ സ്ട്രക്ചറിലായിട്ട് കാണപ്പെടും. അങ്ങനെ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ഓർഗാനിസം രണ്ട് തരം മോർഫോളജി എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. ഈ ബേസിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സെൽ റിജിഡ് ആയിരിക്കും. അതിൽ കൈറ്റിനുണ്ട്, മാനിനുണ്ട്, പോളിസാക്കറൈഡ്സ് ഇതൊക്കെയാണ് കാണപ്പെടുന്നത്. സൈറ്റോപ്ലാസത്തിൽ നമ്മൾ സ്റ്റിറോൾസ് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് ട്രൂ ആയിട്ട് ന്യൂക്ലിയ ഉണ്ടാവും, പെയർഡ് ആയിട്ടുള്ള ക്രോമസോംസ് ഉണ്ടാവും. പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുന്നത് സെക്ഷലി
ചിലതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ചിലതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ചിലതിൽ രണ്ടും ഉണ്ട്. സിംപ്ലസ്റ്റ് ഫംഗസ് ആണ് യൂണിസെല്ലുലാർ ബഡ്ഡിംഗ് ഈസ്റ്റ്. ഹൈഫേ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഹൈഫേ എന്ന് പറയുന്നത്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൈഫേ. ഇപ്പോൾ ഇത്തരം കുറേ ഹൈഫുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈസീലിയ കേട്ടോ. കുറേ ഹൈഫുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈസീലിയം. അപ്പോൾ ഹൈഫേ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഓഫ് എപ്പിക്കൽ സെൽസ് പ്രൊഡ്യൂസ് എ ട്യൂബുലാർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഹൈഫേ. മൈസീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്, tangled mass of hyphae is called mycelium. Fungi produce mycelia are called mold or filamentous fungi. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഹൈഫേ മേ ബി സെപ്റ്റേറ്റ് ഓർ നോൺ സെപ്റ്റേറ്റ്. അപ്പോൾ ഹൈഫേ ഇതിപ്പോൾ ഒരു ഹൈഫേ ആണെങ്കിൽ ഈ ഹൈഫേ ചില ഇങ്ങനെ സെപ്റ്റംസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു സെപ്പറേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ സെപ്പറേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെപ്റ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ സെപ്റ്റേറ്റ്, ഈ ഇലോങ്ങേറ്റഡ് ഫംഗസ് തന്നെ സെപ്റ്റേറ്റും ഉണ്ടാവും, അത് ഹൈഫയിൽ തന്നെ സെപ്റ്റേറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ സെപ്റ്റേറ്റും ഉണ്ടാവും. ഇനി ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഈസ്റ്റ് ലൈക്ക് ഫംഗൈ, മോൾഡ്, ഡൈമോർഫിക് ഫംഗൈ, ഇങ്ങനെ 4ആയിട്ട് നമ്മൾ ഈ ഫംഗസിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈസ്റ്റ് നമുക്കറിയാം എന്താണ്, യൂണിസെല്ലുലാർ ഫംഗൈ വിച്ച് പ്രൊഡ്യൂസ് ബൈ ബഡ്ഡിങ് മൂലമാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ആ കൾച്ചറിൽ വളരെ സ്മൂത്തായിട്ടുള്ള ക്രീം കളേർഡ് കോളനീസാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ എക്സാമ്പിളാണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഈസ്റ്റ് ലൈക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഈസ്റ്റ് ആണ്, പക്ഷേ അതിനൊരു സ്യൂഡോ ഹൈഫേ ഉണ്ടാവും. അതൊരു ഒറിജിനൽ ഹൈഫേ അല്ല, സ്യൂഡോ ആയിട്ടുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ളൊരു ഹൈഫേ ഉണ്ടാവും. അങ്ങനെ ഫാൾസ് ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഈസ്റ്റ് ലൈക്ക് ഫംഗൈ. അതിൻ്റെ എക്സാമ്പിളാണ് കാൻഡിഡ ആൽബിക്കൻസ്. അപ്പോൾ ഗ്രോ പാർട്ട്ലി ആസ് ഈസ്റ്റ് ആൻഡ് പാർട്ട്ലി ആസ് എലോങ്ങേറ്റഡ് സെൽസ് റിസംബ്ലിങ് ഹൈഫേ വിച്ച് കോൾഡ് സ്യൂഡോ ഹൈഫേ. ഇനി മോൾഡ് എന്ന് പറഞ്ഞാലാണ് എന്താണ്, പ്യുവറായിട്ടുള്ള ഫിലമെൻ്റസ് ഫംഗൈ ആണ് നമ്മൾ മോൾഡ് എന്ന് പറയുന്നത്. ഫോം ട്രൂ മൈസീലിയ റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർസ്, വെജിറ്റേറ്റീവ് ഏരിയൽ ഹൈഫേ. പിന്നെ ഇതിന് എക്സാമ്പിളാണ് റൈസോപ്പസ്, അതുപോലെ മ്യൂക്കർ. ഇനി ഡൈമോർഫിക് ഫംഗൈ അങ്ങനെ ഒരേ സമയം രണ്ട് മോർഫോളജി എക്സിബിറ്റ് ചെയ്യുന്ന, അതായത് അത് ചില സമയത്ത് നമുക്ക് ചില ടെമ്പറേച്ചറിൽ, അതിൽ ആംബിയൻ ടെമ്പറേച്ചറിൽ അത് ഹൈഫേ ആയിട്ടും അല്ലെ മൈസീലി ആയിട്ടും, അതേസമയം 37 ഡിഗ്രിയിൽ അത് റൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസ്റ്റൊക്കെ പോലെ കാണപ്പെടുന്നു. അത്തരം രണ്ട് മോർഫോളജി എക്സിബിറ്റ് ചെയ്യുന്ന ഫംഗസുകളാണ് നമ്മൾ ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത്. ഒക്കേഴ്സ് ഇൻ ടു ഫോം മോൾഡ് അല്ലെ ഫിലമെൻ്റസ് ആയിട്ട് സോയിലൊക്കെ 25 ഡിഗ്രിയിൽ കാണപ്പെടുന്നു. അതേസമയം നമ്മൾ ഹോസ്റ്റലിൽ ബോഡിയിൽ 37 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് കാണപ്പെടും. അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഹിസ്റ്റോപ്ലാസ്മ, ക്യാപ്സുലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫോർമേഷൻ ഓഫ് സൈഗോസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബേസിഡിയോഫോർ, 3 തരം സ്പോർസുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സാധാരണ സൈഗോസ്പോർസ് ഉണ്ട്, ആസ്കോസ്പോർസ് ഉണ്ട്, അതുപോലെ തന്നെ ബേസിഡിയോസ്പോർസ്. അസെക്ഷൽ ആണെങ്കിൽ സാധാരണ ബഡ്ഡിങ്ങോ അല്ലെങ്കിൽ ഫിഷിനോ ആയിരിക്കും. അസെക്ഷൽ സ്പോർസ് ആർ ഫോംഡ് ഓൺ ഓർ ഇൻ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഫംഗസിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ആ സെല്ലാണ് ഈ സ്പോർസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോർസ് തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിലുണ്ടാവും, സൈസിലുണ്ടാവും, അതുപോലെ കളറിലും ഉണ്ടാവും. പക്ഷേ ഒരു ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സ്പോറുകളും ഒരുപോലെ ആയിരിക്കും, ഒരേ ഷേപ്പായിരിക്കും, ഒരേ സൈസായിരിക്കും, ഒരേ കളറായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫംഗസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർസ് ആയിരിക്കും. ഫംഗൽ ഇൻഫെക്ഷന് സാധാരണ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്, ഡീപ്പ് മൈക്കോസിസ്,
ഡീപ്പിൽ തന്നെ സിസ്റ്റമിക് ഉണ്ടാവും, അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ തന്നെ ക്യൂട്ടേനിയസും ഉണ്ട്, അതുപോലെ തന്നെ സബ് ക്യൂട്ടേനിയസും ഉണ്ട്. ഇപ്പോൾ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് രണ്ട് തരത്തിലാണ്, സർഫസ് ആൻഡ് ക്യൂട്ടേനിയസ് മൈക്കോസിസ്. അപ്പോൾ സാധാരണ സ്കിന്ന്, ഹെയർ, നെയിൽസിനൊക്കെ ഉണ്ടാവുന്ന ഡിസീസാണ്. മൈൽഡ് ആയിരിക്കും, പക്ഷേ കുറേ കാലം നീണ്ടു നിൽക്കും. വലിയ ഫാറ്റിലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല. സാധാരണ കോസ്മെറ്റിക് ഇഫക്റ്റാണ്, നമ്മുടെ സൗന്ദര്യത്തൊക്കെ ബാധിക്കുന്ന പുള്ളികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, ചുണങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അതേസമയം ഡീപ്പ് മൈക്കോസിസിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സബ് ക്യൂട്ടേനിയസ്, വേറൊന്ന് സിസ്റ്റമിക് മൈക്കോസിസ്. ഇപ്പോൾ സാധാരണ ഇത് സോയിലുള്ള സാപ്രോഫൈറ്റുകൾ മൂലമാണ് നമുക്ക് ഈ ഡീപ്പ് മൈക്കോസിസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം സോയിലുള്ള ഈ ഫംഗസുകൾ ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻ്റലി നമ്മുടെ ശരീരത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ മുതൽ ഫാറ്റലായുള്ള ഇൻഫെക്ഷൻ വരെ ഈ ഡീപ്പ് മൈക്കോസിസ് വഴി നമുക്ക് ഉണ്ടാവാം. ഇനി സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ സർഫസ് മൈക്കോസിസ് സാധാരണഗതിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള ഡെഡ് സർഫസിൽ മാത്രമാണ്, സ്കിന്നിലും സ്കിന്നിൻ്റെ പുറത്തുള്ള ഡെഡ് സർഫസിലും മാത്രമാണ്, ഡെഡ് സെല്ലുകളിലും മാത്രമാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുള്ളതാണ്. ലൈവ് എക്സ്ക്ലൂസീവ്ലി ഓൺ ഡെഡ് സർഫസ് ഓഫ് ദ സ്കിൻ ആൻഡ് ഇറ്റ്സ് അപ്പൻഡേജസ്. ഒരിക്കലും നമ്മുടെ ലൈവ് ടിഷ്യൂ ആയിട്ടോ ലൈവ് സെൽസുമായിട്ടോ ഇത് ഈ ഫംഗസ് ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ് ഒന്നും ഉണ്ടാവാറില്ല. എക്സാമ്പിൾസ് ആണ് ടീനിയ വെർസിക്കുലർ, ടീനിയ നെഗ്ര ആൻഡ് പിയഡ്ര. ആൻഡ് പിയഡ്ര. ഇനി സൂപ്പർഫിഷ്യലിൽ ക്യൂട്ടേനിയസ് മൈക്കോസിസ്. ഈ ക്യൂട്ടേനിയസ് മൈക്കോസിസ് സാധാരണഗതിയിൽ സ്കിന്നിലും ഇതിൻ്റെ അപ്പൻഡേജിലും ഉണ്ടാവുന്നത്. അപ്പോൾ മറ്റതിനേക്കാൾ ആദ്യത്തെ സാധാരണഗതിയിൽ ഡെഡ് സെല്ലിലാണെങ്കിൽ ഇവിടെ ലൈവ് സെല്ലിലാണ് സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കോണ്ടാക്ട് വിത്ത് ലിവിങ് ടിഷ്യൂ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസും അലർജിക് റെസ്പോൺസും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഡെർമാറ്റോഫൈറ്റ്സ്, സ്കിന്നിലും ഹെയറിലും നെയിലിലും ഒക്കെ ഉണ്ടാവുന്നത്. സാധാരണ 3 ജനീറയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ട്രൈക്കോഫൈറ്റൺ, മൈക്രോസ്പോറം, അതുപോലെ തന്നെ എപ്പിഡെർമോഫൈറ്റൺസ്. സൂപ്പർഫിഷ്യൽ, ക്യൂട്ടേനിയസ്, സബ് ക്യൂട്ടേനിയസ്, സിസ്റ്റമിക്, അതുപോലെ ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് അറിയാമല്ലേ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്താണെന്ന്. ഡീപ്പ് മൈക്കോസിസ്. ഇപ്പോൾ ഡീപ്പ് മൈക്കോസിസിൽ സബ് ക്യൂട്ടേനിയസും സിസ്റ്റമിക് ഇൻഫെക്ഷനും ഉണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാൻഡിഡിയാസിസ് നമുക്കറിയാം. സാധാരണ സൂപ്പർഫിഷ്യൽ കാൻഡിഡിയാസിസ് ഉണ്ടാവാറുണ്ട്, ഡീപ്പ് കാൻഡിഡിയാസിസ് ഉണ്ടാവും സാധാരണ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയുന്നത് ഫോം എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ് മൈക്കോസിസ് ആസ് ഇറ്റ് ക്യാൻ കോസ് ക്യൂട്ടേനിയസ് ആസ് വെൽ ആസ് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ്, ക്യാൻ ഓൾസോ കോൾഡ് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ്. ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ കിടപ്പ് രോഗികളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണ് സാധാരണഗതിയിൽ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാവാറുള്ളത്. സാധാരണഗതിയിൽ ആസ്പെർജില്ലസ്, പെൻസിലിൻ, മ്യൂക്കർ, റൈസോപ്പസ് ഇതൊക്കെ സാധാരണഗതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസ് സീരിയസ് ആൻഡ് ഫാറ്റൽ ഇൻഫെക്ഷൻസ്.